ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയ ഒരു വെള്ളരിക്ക പച്ചടി റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളരിക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ വെള്ളരിക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അരവിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അരച്ചെടുക്കുക. അതിനുശേഷം തൈരാണ് വേണ്ടത്. ഞാനിവിടെ തൈരിൻ്റെ കട്ടയൊക്കെ ഉടച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. ഫോക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളരിക്കൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരവ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂട് മാറിയതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും. ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഉപ്പൊക്കെ നോക്കി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒട്ടും ലൂസൊന്നും ആവാതെ ഒരു കണക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് പച്ചടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.